Hi dear friends, Rinus ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. തേങ്ങ വെച്ചൊരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. എപ്പോഴും നമുക്ക് ഇളനീരും കിട്ടണം എന്നില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും തേങ്ങ ഉണ്ടാവുമല്ലോ. അപ്പോൾ വിളവ് കുറഞ്ഞ തേങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ളൊരു വിളയാത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. 1/3 കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിന് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി. പിന്നെ 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൊത്തം 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ആദ്യം തന്നെ അരച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച വെള്ളവും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ചൈന ഗ്രാസും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ചൈന ഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ജ്യൂസ് വെച്ച ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിച്ചെടുത്ത ജ്യൂസും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ടാണ് അതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ പുഡിങ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ജ്യൂസിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ തണുപ്പിച്ചെടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. ഡെക്കറേറ്റ് ചെയ്യാതെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണോ ഇഷ്ടം ആ ഫ്രൂട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പുറത്ത് വെച്ചപ്പോൾ തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. വേഗത്തിൽ സെറ്റാവുന്ന ഒരു പുഡിങ് കൂടെയാണ് കേട്ടോ അത്. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് സേവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഭവമായി വരുന്നതുവരെ ബൈ ബൈ.